ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ അൺബോക്സിങ് വീഡിയോയാണ്. ഇപ്പം നൈക്കയിൽ പിങ്ക് സമ്മർ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 10-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് ഇതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ അതിനകത്ത് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാനും കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇന്നിടാൻ ഉദ്ദേശിച്ചേക്കണേ. പിന്നെ ഇതെൻ്റെ ആദ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇങ്ങനെ ഫേസ് കാണിച്ച് ഞാൻ സംസാരിച്ച് ചെയ്യുന്ന. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതെല്ലാവരും ക്ഷമിക്കണം. ഇനി ഉള്ള വീഡിയോയിലായി ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ അത് മേക്കപ്പ് ചെയ്ത് സെറ്റപ്പാക്കി എടുക്കാൻ ശ്രമിക്കാം. അപ്പം ഇതിൽ ഒരുപാട് ലാഗാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അപ്പം നമുക്ക് നേരെ ഇത് പൊട്ടിച്ചതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കുന്ന ചടങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് പാക്കേജ്. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. ഇതിൻ്റെ 1-2 പൊട്ടിക്കൽ ഞാൻ പൊട്ടിച്ച് വെച്ചതാണ്. ഇനി ബാക്കിയുള്ള ഈ ഒരു ലൈനും കൂടി പൊട്ടിക്കാൻ. അയ്യോ, കത്തി നിർത്തി. എനിവേ എന്തായാലും പൊട്ടിച്ച് കഴിഞ്ഞു. അയ്യോ, പൊട്ടിച്ച് കഴിഞ്ഞില്ല കേട്ടോ. കത്തി പോവുകയും ചെയ്തു. കൈ വെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ വലിച്ച് പറിച്ച് കഴിഞ്ഞാൽ അത് പോകും. ഇപ്പുറത്ത് പറഞ്ഞ പോയിട്ട് അതുകൊണ്ട് വലിച്ച് കൊടുത്തിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ പാക്കേജ്. ഇതിലെന്താ ഒരു ലെറ്റർ പോലെ ഒരു സംഭവം ഉണ്ടല്ല. ഇതെന്താ നോക്കട്ടെ കേട്ടോ. എന്തോ ഒന്ന് ഇത് നമ്മള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷെ എന്താ ഇങ്ങനത്തെ ഒരു പാക്കേജ് എനിക്ക് ആദ്യമായിട്ടാണ് നെയ്ക്കിന്ന് ഇങ്ങനത്തെ ഒരു പാക്കേജില് സാധനം കിട്ടണത്. അപ്പൊ ഈ ലെറ്റർ പോലുള്ള ഈ സംഭവത്തിൽ നിന്ന് കിട്ടിയ സാധനം ഇതായിരുന്നു. ഇത് ഷീറ്റ് മാസ്ക് ആണ് നെയ്ക്കയുടെ തന്നെ. ഇതിനകത്ത് ഈ ഷീറ്റ് മാസ്കിലെ ഇൻഗ്രീഡിയൻസ് ലെമൺ ഹണി ഒക്കെയാണ് കേട്ടോ. ഇത് ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് അത് വാങ്ങണതും യൂസ് ചെയ്യാൻ പോണതും. അപ്പോൾ ഇതെങ്ങനെ എൻ്റെ സ്കിന്നിൽ എങ്ങനെ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഉറപ്പായിട്ട് ചെയ്യും. നല്ലതാണെങ്കിൽ ഇൻഷാല്ലാ ഒരെണ്ണോടെ പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 75 രൂപയായിരുന്നു കേട്ടോ ഈ ഒരു സാധനത്തിനായിട്ടുണ്ടായിരുന്നത്. 100 രൂപയാണ് ഓഫർ കിട്ടിയത്. 75 രൂപയ്ക്കായിരുന്നു. അത്യാവശ്യം റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. നല്ലതായിരിക്കും പ്രതീക്ഷിക്കുന്നു. മേടി കൊറിയാന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഷീറ്റ് മാസ്ക് പൊതുവെ കൊറിയക്കാരുടെ ഒരു ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരുടെ ഒരു സ്കിൻ കെയർ റൂട്ടീനിൽ കുറെ ഷീറ്റ് മാസ്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കൂടുതൽ അവരുടെ ഇതിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടോ. ഞാൻ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് യാതൊരുവിധ നോളജോ കാര്യങ്ങളൊന്നുമില്ല. വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കണം എന്നൊരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ്. പിന്നെ നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇത് ഈ സ്പോട്ട് പാച്ചസ് ആണ് നെയ്ക്കയുടെ തന്നെ. ഇതും അത്യാവശ്യം റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു വാങ്ങിച്ചതാണ്. പിന്നെ റേറ്റും വലിയ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതിന് ഏകദേശം 56 രൂപയ്ക്ക് കിട്ടിയതാട്ടോ ഇത്. ഇതിന്റെ റേറ്റ് കിടക്കണത് 100 രൂപയാണ്. പക്ഷെ നമുക്കിത് 56 രൂപയ്ക്കായിരുന്നു ഓഫർ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനു മുന്നേ ഞാൻ സ്പോട്ട് പാച്ചസ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ട് പാടങ്ങനെ ഉണ്ടാവില്ല. 2-3 ദിവസത്തേക്ക് പാട് കിടന്നാലും പെട്ടെന്ന് തന്നെ അത് മാറും. ഇങ്ങനെ ഡാർക്ക് സ്പോട്ടായിട്ട് കിടക്കില്ല. അങ്ങനെയൊക്കെ എനിക്ക് ഇത് ഫീൽ ആയതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് പർച്ചേസ് ചെയ്തതാണ് ഇത്. പക്ഷെ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന നെയ്ക്കയുടെ അല്ല, വേറെ ഏതോ ഒരു ബ്രാൻഡിന്റെ ഒരെണ്ണായിരുന്നു. ഇപ്പൊ നെയ്ക്കയുടെ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് പർച്ചേസ്. നമുക്ക് അടുത്തത് എന്താന്ന് നോക്കാം. ഡെർമാക്കോഡ കോജിക് ആസിഡിന്റെ ഒരു സെറാണ് കേട്ടോ. ഇതിപ്പോ 2% കോജിക് ആസിഡ് ഫേസറാണ്. ഇതും ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോണ പ്രൊഡക്റ്റ് ആണ്. എൻ്റെ മുഖത്ത് കുറെ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ നോക്കുമ്പോൾ തന്നെ ഒരെണ്ണമുണ്ട്. പോരാണ്ട് ഫേസിന്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഡാർക്ക് സ്പോട്ടും അവിടെ ഇവിടെയെന്നല്ല മിക്ക സ്ഥലത്തും കുറെ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഫേസ് സെറ്റാക്കി എടുക്കണമെന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എന്താ ഇതിന്റെ ഒക്കെ കുറെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്നാലും പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 499 രൂപയാണ് ഇതിന്റെ റേറ്റ്. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 380 സംതിങ്ങിനായിരുന്നു. 85 തോന്നുന്നു കേട്ടോ. 380 എത്രയാണെന്നായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. ഇതപ്പോൾ നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ്. ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്. ഇതും ഒരു സെറം തന്നെയാണ്. പിൽഗ്രിമിന്റെ 24K ഗോൾഡ് സെറം ആണിത്. ഇത് ഞാൻ കുറേ നാളായിട്ട് കാണുന്നുണ്ട്.
വാങ്ങണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് വാങ്ങാണ്ട് ഇങ്ങനെ നോക്കിയിരുന്ന സാധനമായിരുന്നു കേട്ടോ. നയാസിനമൈഡ്, ഹൈഡ്രോണിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സെറാണിത്. ഇത് ഫേസിന് വളരെ നല്ലതാണെന്നൊക്കെ കുറെ റിവ്യൂവും ഞാൻ കുറെ സെർച്ച് ചെയ്ത് റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നെയ്ക്കയിൽ ഇതിന് കുറെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ പ്രൊഡക്റ്റ്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെയൊക്കെ സെപ്പറേറ്റ് റിവ്യൂ ഷോർട്സ് ആയിട്ടോ വീഡിയോസ് ആയിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ സമയം പോലെ ഇടും. എന്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ ഇതുവരെ വാങ്ങിച്ച എല്ലാ പ്രൊഡക്റ്റും കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഞാനിത് നിർത്തിയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ശരിക്കും അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിന്റെ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഒരിക്കലും കിട്ടൂല. നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമായിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ റിസൾട്ട് വിസിബിൾ ആവണമെന്ന് ഉണ്ടെങ്കിൽ നമ്മളിത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇൻഷാല്ലാ ഈ പ്രാവശ്യം എല്ലാ പ്രൊഡക്റ്റും ഞാൻ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കറക്റ്റായിട്ട് എൻ്റെ റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷയിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ യൂസ് ചെയ്തിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് ശരിക്കുള്ള റേറ്റ് 695 പക്ഷെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 450 സംതിങ്ങോ അങ്ങനെ എന്തോ ഒരു റേറ്റിലായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അറിയില്ല ഇതിനെ കുറിച്ച് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തതിനു ശേഷം ഇൻഷാല്ലാ ഇതിന്റെയൊക്കെ റിവ്യൂ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പ്രതീക്ഷിച്ചതിലും വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി, അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള പ്രൊഡക്റ്റ് അടുത്ത പാർട്ടിൽ കാണിക്കാന്നായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുവരെയ്ക്കും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.